വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവെച്ച പദ്ധതിയുടെ ദുരിതത്തിൽ നിന്ന് കരകയറാൻ കാത്തിരിക്കുകയാണ് എറണാകുളം കാലടിയിലെ പ്രദേശവാസികൾ. അങ്കമാലി എരുമേലി റെയിൽ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിച്ചതാണ് കാലടി റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ പദ്ധതി പൂർണ്ണമായും പ്രാവർത്തികമാകാത്തതിനാൽ ഇന്ന് ഇത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ഇവിടെ നിന്ന് എക്സൈസ് പിടികൂടുന്നവരുടെ എണ്ണവും കൂടുതലാണ്. കാലടിയിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനില്ല. പക്ഷേ മഴ നനയാതെ കയറി നിൽക്കാം. വളർത്തുമൃഗങ്ങളെ കെട്ടാം. തുണിയോ വൈക്കോലോ പുല്ലോ ഉണങ്ങാനിടാം. വർഷങ്ങൾക്ക് മുൻപ് കോടികൾ മുടക്കി പണികഴിപ്പിച്ച അങ്കമാലി എരുമേലി റെയിൽ പദ്ധതിയിലെ കേരളത്തിന് കിട്ടിയ സ്മാരകം. ഈ പദ്ധതി നടപ്പിലാകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ഈ നിൽക്കുന്ന ഒരു സാധനമോ അതല്ലെങ്കിൽ ഇവിടെയുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാരിനായാലും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനായാലും ഇതുകൊണ്ട് നഷ്ടം സംഭവിച്ചാണ്. ഈ നഷ്ടത്തിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ നാടിൻ്റെ ഒരു സ്വസ്ഥതയ്ക്ക് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ടാണ് വന്നേക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് ഈ പ്രദേശത്തോട് സ്ത്രീകൾക്കടക്കം പകൽ പോലും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. ദൂരെ നിന്ന് നോക്കിയാൽ പണി പൂർത്തിയായൊരു റെയിൽവേ സ്റ്റേഷൻ. വർഷങ്ങൾ കഴിയും തോറും റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുന്നു. റെയിൽപാത കടന്നുപോകുന്നയിടങ്ങളിലെ ചെറുവഴികളെല്ലാം അടഞ്ഞു. പെരിയാറിന് കുറുകെ നിർമ്മിച്ച റെയിൽവേ പാലം ഇന്ന് ലഹരി സംഘങ്ങളുടെ പ്രിയപ്പെട്ട ഇടമായി മാറി. എന്നാൽ അടുത്ത് കണ്ടാൽ ഞെട്ടും. ചുറ്റും കാടാണ്. ഇരുട്ടായാൽ ഭയം നിറഞ്ഞ ഒരു കൂടാരം. എക്സൈസ് ഇവിടെ നിന്ന് പിടികൂടുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ നിരവധി ആളുകളെ. 28 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സ്വപ്നമായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു ശബരി റെയിൽപാത വരുന്നു എന്ന് പറയുമ്പോൾ വലിയ സ്വപ്നമാണ്. ഇപ്പം ഞങ്ങൾക്കത് ഒരു പേടിയാണ്. നാട്ടിലെ ആളുകൾക്ക് ദുരന്തമാണ്. കാരണം ഈ കാട് പിടിച്ച് ഇഴജന്തുക്കൾ ആയി, അതിലുപരി ഇതൊരു നാർക്കോട്ടിക് കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ നിരവധി അനാശാസ്യ പ്രവണതകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊരു ഗതികേടാണ്. ഇവിടുത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ചെറുപ്പക്കാരെ എക്സൈസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇതൊന്ന് ശരിയാക്കണം. ഈ ആളുകളുടെ ആശങ്ക, പേടി അകറ്റണം. ഈ ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലും എക്സൈസും പോലീസും ഈ മേഖല പരിശോധിക്കാൻ തയ്യാറാകണം. കാലങ്ങളോളം സമരം ചെയ്തും നിയമ നടപടികൾ സ്വീകരിച്ചുമാണ് ഈ മേഖലയിൽ പലർക്കും നഷ്ടപരിഹാരമെങ്കിലും ലഭിച്ചത്. പാത തുടങ്ങുന്ന കാലടിയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാരിന് വെല്ലുവിളികൾ ഏറെ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പ്. ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നമാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു പരിഹാരം അത് ഉണ്ടാവുക തന്നെ ചെയ്യണം. ക്യാമറാമാൻ അനന്തുവിനൊപ്പം കൊച്ചിയിൽ നിന്നും അൻമരിയ സനി, 24.